നമസ്കാരം. ശ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് ജില്ലയിൽ കൂടരഞ്ഞിയിൽ താമസിക്കുന്ന ശ്രാമ്പിക്കൽ മറ്റത്തിൽ ശ്രീ ബിജു മാത്യുവിനെയും ഫാമിലിയുമാണ്. ബിജു മാത്യുവിൻ്റെ അമ്മ തങ്കമ്മ മാത്യുവും നമ്മോടൊപ്പം ഉണ്ട്. ഇവരുടെ ഒരു പൂർവ്വ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റത്തിൽ നിന്നും പാറയക്കുടിയിലായ ശ്രീ മിഹായൽ, ഇദ്ദേഹത്തിന് 9 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആണുങ്ങളിൽ 5-ാമത്തെ ആളാണ് മേലുകാവ് മറ്റത്ത് വെള്ളാത്തൊട്ടയിൽ താമസിച്ചിരുന്ന ഔസേപ്പ്. ഔസേപ്പിന് 10 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ 5-ാമത്തെ മകനാണ് മത്തച്ചൻ എന്ന് വിളിക്കുന്ന മാത്യു. മാത്യുവിൻ്റെ ഭാര്യ തങ്കമ്മ നമ്മോടൊപ്പം ഉണ്ട്. ഇവർക്ക് 7 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഇളയ മകനായ ബിജു മാത്യുവും നമ്മോടൊപ്പം ഉണ്ട്. ഇവരെ ഫാമിലിയെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. ബിജു മാത്യു എന്നാണ് പേര്. ഇപ്പൊ താമസിക്കുന്ന സ്ഥലം എവിടെയാണ്? കൂടരഞ്ഞിയിലാണ് താമസിക്കുന്നത്. കൂടരഞ്ഞിയില് ഫാദർ ആയിട്ടാണോ ഗ്രാൻഡ് ഫാദർ ആയിട്ടാണോ? ഗ്രാൻഡ് ഫാദർ ആയിട്ട് വന്നതാണ്. ഗ്രാൻഡ് ഫാദർ ആയിട്ടാണ്. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? 1952-ലാണ്. 1952-ലാണ് ഈ കൂടരഞ്ഞി എന്നുള്ള സ്ഥലത്ത് വന്ന് നിങ്ങൾ താമസം ആരംഭിക്കുന്നത്. ബിജുവിന്റെ 3-ാമത്തെ തലമുറയിൽപ്പെട്ട ആളാണ്. ബിജുവിന്റെ അമ്മ നമ്മോടൊപ്പം ഉണ്ട്. അമ്മച്ചിയുടെ പേരെന്തായിരുന്നു? തങ്കമ്മ എന്നാണ്. ഭർത്താവിന്റെ പേര് മാത്യു എന്നാണ്. മത്തച്ചൻ എന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞത് എത്ര വർഷമായി? 66 കൊല്ലമായി. ഇപ്പം ഭർത്താവ് ജീവിച്ചിട്ടില്ല. മരിച്ചിട്ട് എത്ര വർഷമായി? 24 വർഷത്തിന് മുമ്പ് അദ്ദേഹം 2000-ലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ബിജുവിന്റെ ഭാര്യ നമ്മോടൊപ്പം ഉണ്ട്. പേരെന്താണ്? ദയന എന്നാണ് പേര്. വീട് വയനാട് വൈത്തിരിയിലാണ്. വീട്ടുപേര് ഇടശ്ശേരി എന്നാണ്. മാതാപിതാക്കള് മമ്മി മേരി, ഡാഡി ജേക്കബ്. മമ്മിയുടെ വീട് എവിടെയാണ്? മമ്മിയുടെ വീട് വയനാട് തന്നെയാണ്, വാഴവറ്റ. ബേസിക്കലി കോട്ടയമാണ്, കുറവലങ്ങാട്. കോട്ടയം കുറവലങ്ങാടുകാരായിരുന്നു. ഇപ്പൊ വയനാടാണ് താമസിക്കുന്നത്. വീട്ടുപേര് കലയത്തിനാങ്കുഴി എന്നാണ് വീട്ടുപേര്. നിങ്ങൾക്ക് 2 മക്കളാണുള്ളത്. അതില് മൂത്ത ആള് ദിയ മാത്യു. ദിയ എന്ത് ചെയ്യുന്നു? ഞാൻ ബിടെക് പഠിക്കുകയാണ്, സെക്കൻഡ് ഇയർ. എവിടെയാണ് പഠിക്കുന്നത്? കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക് 2ാം വർഷം വിദ്യാർത്ഥിയാണ്. ഏത് ബ്രാഞ്ചിലാണ്? കമ്പ്യൂട്ടർ സയൻസിലാണ്. ഇളയ മോള്? എന്റെ പേര് ശ്രേയ മാത്യു. ഞാൻ ഇൻഫന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളില് 9th. ഏത് സ്ഥലത്താണത്? തിരുവമ്പാടി ഇൻഫന്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 9th സ്റ്റാൻഡേർഡില് പഠിക്കുന്നു. ബിജു, നിങ്ങള് എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 7 പേരാണ്. 3 ചേട്ടന്മാരും 3 ചേച്ചിമാരും. 3 ചേട്ടന്മാരും 3 ചേച്ചിമാരും. അതിനകത്ത് ഏറ്റവും ഇളയ ആളാണ്. ഏറ്റവും മൂത്തയാള് മോളി എന്നാണ് പേര്. ജോർജ്. വീട്ടുപേര് കുന്നേലിനാണ്. സ്ഥലം അവർ ആലപ്പുഴയാണ്. അവർക്ക് എത്ര മക്കൾ? അവർക്ക് 2 പേര്. 2 മക്കളാണുള്ളത്. അവരുടെ പേര് ജേക്കബും മാത്യു. അങ്ങനെ 2 മക്കളാണ് അവർക്കുള്ളത്. അതിന്റെ താഴെയുള്ളത്? അതിന്റെ താഴെ ജോസഫ് എന്നാണ് പേര്. അവരെവിടെയാണ് താമസിക്കുന്നത്? അവര് കൂടരഞ്ഞി തന്നെയാണ് താമസിക്കുന്നത്. സഹോദരങ്ങളെല്ലാം കൂടരഞ്ഞി തന്നെയാണ് താമസിക്കുന്നത്? അല്ല, ഞങ്ങൾ 2 പേര് മാത്രമേ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ബീന എന്നാണ്. വീട് പെരിഞ്ചല്ലൂർ തലയാട്. എന്ന് വീട്ടുപേര്. തലയാട് എന്നാണ് സ്ഥലത്തിന്റെ പേര്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 മക്കള്. 2 മക്കളാണ് ഉള്ളത്. അവരുടെ പേര് എൽവിനും ജോർജും. അങ്ങനെ 2 മക്കളാണ് അവർക്കുള്ളത്. അതിന്റെ താഴെയുള്ളത്? ചേട്ടന്റെ പേര് ജോർജ് എന്നാണ്. ജോർജ് എവിടെയാണ് താമസിക്കുന്നത്? അവര് കോഴിക്കോട്. അവര് സെന്റ് ജോസഫ് ദേവേരി സെന്റ് ജോസഫ് കോളേജില് HOD ആയിരുന്നു. സുവോളജി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഇപ്പം കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു. ശാന്തി എന്നാണ്. ശാന്തിയുടെ വീട് കുപ്പായക്കോട് എന്ന സ്ഥലത്താണ്. വീട്ടുപേര് കപ്പ്യാരുമലയിൽ നിന്നാണ്. അവർക്ക് 2 മക്കള്. 2 മക്കളാണുള്ളത്. മൂത്തയാള് നമിത, 2ാമത്തെ ആള് നികിത. അങ്ങനെ 2 മക്കളാണ് അവർക്കുള്ളത്. ശാന്തി എന്തെങ്കിലും ജോലി ചെയ്യുന്നു? ശാന്തി പോസ്റ്റ് മിസ്ട്രസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതെ, വർക്ക് ചെയ്യുന്നു. അവരുടെ ഇളയതാരാണ്?
അവരുടേത് സൂസി എന്നാണ് പേര്. സൂസി. സൂസിയെ വിവാഹം ചെയ്തിരിക്കുന്നത് ബാബു. ബാബു. ബാബുവിന്റെ വീട് ബാബുവിന്റെ അളിയന്റെ വീട് മരഞ്ചാട്ടിലാണ്. മരഞ്ചാട്ടിൽ എന്ന സ്ഥലത്താണ്. വീട്ടുപേര് ഇപ്പൊ അവര് താമസിക്കുന്നത് മൂഴിക്കൽ, കോഴിക്കോട് അടുത്ത് മൂഴിക്കൽ എന്ന സ്ഥലത്താണ് അവരിപ്പോ താമസിക്കുന്നത്. അവരുടെ വീട്ടുപേര് കരിമ്പനാടി. കരിമ്പനാടി എന്നാണ് അവരുടെ വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? ഒരാളേ ഉള്ളൂ. പേര് ആൾഡ്രിൻ. ആൾഡ്രിൻ എന്നാണ് പേര്. അതിന്റെ താഴെയുള്ളത് ചേച്ചിയുടെ പേര് ആൻസി. ആൻസി എന്നാണ്. ആൻസിയെ വിവാഹം ചെയ്തിരിക്കുന്നത് സാബു. വീട്ടുപേര് മണ്ണാനിക്കാട്ട്. സ്ഥലം അവര് തിരുവമ്പാടിയാണ് വീട്. ഇപ്പം അവര് അറ്റ് പ്രസന്റ് അവര് ഗ്വാളിയറിലാണ്. തിരുവമ്പാടിയിലാണ് അവരുടെ വീട്. അവര് ഗ്വാളിയറിലാണ് ജോലി സംബന്ധമായിട്ട്. അവര് റിട്ടയർഡ് എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ആയതാണ്. ഇപ്പൊ അറ്റ് പ്രസന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ആളിയാണ്. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു. ആൻസി എന്ന് പറഞ്ഞവരും അവിടെ സ്കൂളിൽ വർക്ക് ചെയ്യാണ്, ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അവർക്ക് എത്ര മക്കളാണ്? രണ്ട് മക്കളാണ് ഉള്ളത്. അവരുടെ പേര് മൂത്തയാള് മനു, രണ്ടാമത്തെ ആള് മജു. അങ്ങനെ 2 മക്കളാണ് അവർക്കുള്ളത്. അതിന്റെ താഴെയുള്ളത് സാബു. എവിടെയാണ് സാബു ഇപ്പോൾ താമസിക്കുന്നത് ചെന്നൈയിലാണ്. ജോലി സംബന്ധമായിട്ട് അവിടെയാണ് ചെന്നൈയിലാണ് താമസിക്കുന്നത്. അവിടെ എന്ത് ജോലിയാണുള്ളത്? അവിടെ തേജോ എഞ്ചിനീയറിംഗ് സർവീസ് എന്ന് പറഞ്ഞിട്ട് ഒരു എഞ്ചിനീയറിംഗ് യൂണിറ്റ് ഉണ്ട്. അതിലൊരു യൂണിറ്റിന്റെ മാനേജറായിട്ട് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ജോസി എന്നാണ്. ജോസിയുടെ വീട് കോടഞ്ചേരിയാണ്. കോടഞ്ചേരി എന്ന സ്ഥലത്താണ്. വീട്ടുപേര് കീഴേത്ത് എന്നാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 മക്കളാണുള്ളത്. മൂത്തയാള് ക്രിസ്റ്റി, രണ്ടാമത്തെ ആള് ഇഷ. അങ്ങനെ 2 മക്കളാണ് അവർക്കുള്ളത്. അതിന്റെ ഇളയത് ഞാൻ. ഏറ്റവും ഇളയ ആള് ബിജു തന്നെയാണ്. ബിജു വർക്ക് ചെയ്യുന്നത് ഞാൻ KMCT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ലൈബ്രറിനായിട്ട് വർക്ക് ചെയ്യുന്നു. ലൈബ്രറിനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? ഇവിടെ 23 വർഷമായിട്ട്. 23 വർഷമായിട്ട്. അതായത് KMCT സ്റ്റാർട്ട് ചെയ്ത കാലഘട്ടം മുതൽ ആ കോളേജിലെ ലൈബ്രറിനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ ഡയാന. ഡയാനയുടെ വീട്ടിലെ വിശേഷങ്ങൾ പറയാമോ? മാതാപിതാക്കള് ബിസിനസ്സും കൃഷിയൊക്കെയാണ്. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 2 പേരാണ്. 2 പേരാണുള്ളത്. എനിക്കൊരു മൂത്ത സഹോദരനുണ്ട്. സഹോദരന്റെ പേര് ഡെന്നിസ് എന്നാണ്. ഡെന്നിസ് എന്ത് ചെയ്യുന്നു? ഡെന്നിസ് ദുബായിലാണ്. ഇവിടെ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ദുബായിലെ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ലിജി എന്നാണ്. ലിജിയുടെ വീട് കൂരാച്ചുണ്ട് എന്ന സ്ഥലത്താണ്. വീട്ടുപേര് കരിമ്പനക്കൽ എന്നാണ്. അവർക്ക് എത്ര കുട്ടികളുണ്ട്? അവർക്ക് 2 കുട്ടികളാണുള്ളത്. 2 കുട്ടികളാണുള്ളത്. ആ കുട്ടികളുടെ പേര് ഡാൻ ഡെന്നിസ്, ആൻ ഡെന്നിസ്. ലിജിയും അവിടെ തന്നെയാണോ? അതെ, അവിടെ തന്നെ സ്കൂളിൽ ടീച്ചറായി. അവിടെ സ്കൂളിൽ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇനി അമ്മച്ചിയുടെ കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം. അമ്മച്ചിയുടെ വീട്ടുപേര് പനംതോട്ടത്തിൽ എന്നാണ്. സ്ഥലം എവിടെയായിരുന്നു? മണിമല. നിങ്ങൾ എത്ര മക്കളായിരുന്നു? 7 പേരാണ്. അതിനകത്ത് അമ്മച്ചി എത്രാമത്തെ ആളാണ്? ഏറ്റവും മൂത്ത ആള് അമ്മച്ചി തന്നെയാണ്. അമ്മച്ചിയുടെ ഇളയതാരാണ്? തോമസ് എന്നാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് മേരിക്കുട്ടി എന്നാണ്. അവരുടെ വീട്ടുപേര് വടക്കേ മുളഞ്ഞിനാൽ കുളക്കാട് എന്ന സ്ഥലത്താണ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 4 മക്കളാണ് അവർക്കുള്ളത്. അവരുടെ ഇളയതാരാണ്? ചാക്കോച്ചന്റെ ഭാര്യയുടെ പേര് മേരിക്കുട്ടി എന്നാണ്. മേരിക്കുട്ടിയുടെ വീട് മരുതോങ്കര എന്ന സ്ഥലത്താണ്. വീട്ടുപേര് വടക്കേടത്ത് എന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? 2 മക്കളാണ് ഉള്ളത്. അതിന്റെ ഇളയത് ജോർജ് കുട്ടിയുടെ ഭാര്യയുടെ പേര് ഏലിയാമ്മ എന്നാണ്. ഏലിയാമ്മയുടെ വീട് പന്തിരിക്കര എന്ന സ്ഥലത്താണ്. വീട്ടുപേര് 2 പ്ലാക്കൽ എന്നാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? 3 ആൺമക്കളാണ് അവർക്കുള്ളത്. അതിന്റെ ഇളയത് സിസ്റ്ററാണ്. സിസ്റ്ററിന്റെ പേര് സിസ്റ്റർ കുസുമം ആണ്. ഏത് കോൺഗ്രിഗേഷൻ വേണ്ടിയിട്ടാണ്? CMC കോൺഗ്രിഗേഷൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എവിടെയാണ്? കൂടരഞ്ഞി തന്നെ സേവനം ചെയ്യുന്നുണ്ട്. സിസ്റ്ററിന്റെ ഏതെങ്കിലും സേവന മേഖല ഉണ്ടായിരുന്നോ? ടീച്ചിങ്? നേഴ്സായിരുന്നു. ഹോസ്പിറ്റലില് നേഴ്സായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിലൊക്കെ സേവനം ചെയ്തിരുന്നു. സിസ്റ്ററിന്റെ അനിയത്തി
അനിയമ്മ അനിയമ്മ. അവരുടെ വീട്ടുപേര് മാക്കി മാക്കി എന്നാണ്. മാണി എന്നാണ് പുള്ളിയുടെ പേര്. മാണി എന്നാണ് അദ്ദേഹത്തിന്റെ ഭർത്താവിന്റെ പേര്. അവരുടെ സ്ഥലം കോടഞ്ചേരി. കോടഞ്ചേരിയിലാണ് അവരുടെ സ്ഥലം. അവർക്ക് 3 മക്കൾ. അവർക്കും 3 മക്കളാണ് ഉള്ളത്. അതിന്റെ ഇടയിൽ ഫിലോമിന. ഫിലോമിന. ഫിലോമിന വിവാഹം ചെയ്തിരിക്കുന്നത് ജോർജ്. ജോർജ് ആണ്. വീട്ടുപേര് കണ്ണാത്തുകുഴി. കണ്ണാത്തുകുഴിയിൽ നിന്നാണ് വീട്ടുപേര്. സ്ഥലം അവരുടെ അയക്കുന്നത്താണ് അവരുടെ വീട്. അയർക്കുന്നത്താണ് അവരുടെ വീട്. ഇപ്പോഴും അവര് കൊടകിലാണ് താമസിക്കുന്നത്. കർണാടക സ്റ്റേറ്റില് കൊടകിലാണ് അവരിപ്പോൾ താമസിക്കുന്നത്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 പെൺമക്കൾ. 3 പെൺമക്കളാണ് അവർക്കുള്ളത്. അമ്മച്ചിയെ കുടരഞ്ഞിയിലേക്കാണോ വിവാഹം ചെയ്തു കൊണ്ടത്? അതെ, കുടരഞ്ഞിയിലേക്കായിരുന്നു. അതെ. അപ്പോൾ അമ്മച്ചിയെ ഏത് സ്ഥലത്താണ് വിവാഹം ചെയ്തു കൊണ്ടുവന്നത്? തിരുവമ്പാടിയിൽ നിന്നാണ് ഈ സ്ഥലത്തേക്ക് കുടരഞ്ഞിയിലേക്ക് വിവാഹം ചെയ്തു കൊണ്ടുവന്നത്. ഭർത്താവിന് എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ? ടീച്ചറായിരുന്നു. എവിടെയാ പഠിപ്പിച്ചിരുന്നത്? കുടരഞ്ഞി തന്നെ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളില് ടീച്ചറായിട്ട്. റിട്ടയർഡ് എച്ച്എമ്മായിരുന്നു. റിട്ടയർഡ് എച്ച്എമ്മാണ്. അദ്ദേഹം മരിച്ചുപോയി. ഭർത്താവിന് അവരെത്ര മക്കളായിരുന്നു? 10 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും മൂത്ത ആള് മൈക്കിൾ എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് അന്നമ്മ. വീട്ടുപേര് വല്ലനാട്ട്. സ്ഥലം പാലായിൽ. വല്ലനാട്ട് കുടുംബാംഗമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. രണ്ടാമത്തെ ആള് കുര്യാക്കോസ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് മറിയാമ്മ. മറിയാമ്മയുടെ വീട് പാലായിൽ തന്നെയാണ്. വീട്ടുപേര് ചുവേലിക്കുടിയിൽ എന്നാണ് അവരുടെ വീട്ടുപേര്. അടുത്തയാള് മൂന്നാമത്തെ ജോസഫ്. ജോസഫിന്റെ ഭാര്യയുടെ പേര് മറിയക്കുട്ടി. വീട്ടുപേര് അടയ്ക്കാപ്പാറ. സ്ഥലം പൈസ് മൗണ്ടിലാണ്. അടയ്ക്കാപ്പാറ കുടുംബാംഗമാണ്. അതിന്റെ ഇടയത് മാത്യു. അതായത് അമ്മച്ചിയുടെ ഭർത്താവാണ് മാത്യു. മത്തച്ഛൻ എന്നാണ് നാട്ടിലെല്ലാവരും അദ്ദേഹത്തെ വിളിക്കുന്നത്. അതിന്റെ ഇടയതാരാണ്? ദേവസ്യ. ദേവസ്യയുടെ ഭാര്യയുടെ പേര് മേരി എന്നാണ്. വീട്ടുപേര് മംഗലത്തിൽ. സ്ഥലം കുടരഞ്ഞി തന്നെയാണ് അവരുടെ വീട്. അതിന്റെ ഇടയത് ചെറിയാൻ. ചെറിയാന്റെ ഭാര്യയുടെ പേര് മേരിക്കുട്ടി. മേരിക്കുട്ടിയുടെ വീട് കോമത്ത് എന്ന വീട്ടുപേര് കണ്ണോത്ത് എന്നാണ് സ്ഥലപ്പേര്. അതിന്റെ ഇടയത് തോമസ്. തോമസിന്റെ വീട് ഭാര്യയുടെ പേര് മേരി. മേരിയുടെ വീട് പഴൂർ എന്നാണ് വീട്ടുപേര്. സ്ഥലം കുടരഞ്ഞി തന്നെ ആണ്. അതിന്റെ ഇടയത് പാപ്പച്ചൻ. 8ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു പോയ വ്യക്തിയാണ്. ഭർത്താവിന് സഹോദരിമാരൊക്കെ വരുന്നുണ്ടായിരുന്നു. 2 സഹോദരിമാരുണ്ടായിരുന്നു. അതിൽ മൂത്തതാരാണ്? കുഞ്ഞേലിയാണ്. കുഞ്ഞേലിയെ എവിടെയാ വിവാഹം ചെയ്തത്? പാലായില് തയ്യൽ കുടുംബത്തിലേക്കാണ് വിവാഹം ചെയ്തത്. അതിനടുത്ത സഹോദരി അന്നക്കുട്ടിയാണ്. അന്നക്കുട്ടിയെ എവിടെയാ വിവാഹം ചെയ്തത്? കാക്കക്കൂട്ടിൽ എന്നാണ് വീട്ടുപേര്. തേക്കുംകുറ്റി എന്ന സ്ഥലത്താണ് വിവാഹം ചെയ്തത്. ഇതാണ് അമ്മച്ചിയുടെ ഭർത്താവിന്റെ സഹോദരങ്ങളുടെ ഒരു വിവരം. അമ്മച്ചിക്ക് പള്ളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നോ? വേദാന്തം പഠിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും? മാതൃസംഘത്തിൽ എന്തെങ്കിലും ഭാരവാഹിത്വം ഉണ്ടായിരുന്നോ? സെക്രട്ടറി ഒക്കെ ആയിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇടവക ഏതാണ്? കുടരഞ്ഞി ഇടവകയില് അതിന് മാതൃസംഘത്തിന്റെ സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടോ? പിന്നെ വേറെ പഞ്ചായത്ത് കായികമേളയിലൊക്കെ പോയിട്ടുണ്ട്. ഓട്ടത്തിന് പഞ്ചായത്ത് കായികമേളയില് മത്സരങ്ങൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഏത് പ്രായത്തിലാണ് പങ്കെടുത്തത്? 40 വയസ്സുള്ളപ്പോൾ. 40 വയസ്സൊക്കെ ഉള്ളപ്പോൾ പങ്കെടുത്ത് സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ട്രോഫിയൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഓട്ടത്തിനും നടത്തത്തിനും ഒക്കെ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണ്? കുടരഞ്ഞി പഞ്ചായത്തിന്റെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നിരവധി തവണ ലഭിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ബിജു മാത്യുവിന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ സ്കൂളിൽ പഠിച്ചത് കുടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10th വരെ. പ്രീ ഡിഗ്രി സെന്റ് ജോസഫ് ദേവഗിരിയാണ് ഡിഗ്രി ചെയ്തത്.
പിന്നെ അതിനുശേഷം ഈ ലൈബ്രറിയൻ കോഴ്സിലേക്ക് ലൈബ്രറി സയൻസ് BLIC ഞാൻ ഗാന്ധിരാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിണ്ടിഗലുള്ള തമിഴ്നാട്ടിൽ ഡിണ്ടിഗലിലുള്ള ഗാന്ധിരാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. അവിടെയാണ് BLIC ചെയ്തത്. MLIC മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ കാമരാജ് യൂണിവേഴ്സിറ്റിയിലാണ് MLIC ചെയ്തത്. MPhil അവിടെ നിന്ന് തന്നെയാണ് ചെയ്തത്. എംഫിലും അതായി ചെയ്തത്. പൂർത്തിയാക്കിയത്. ഡയനയുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ കോളേജ് പ്രീ ഡിഗ്രി സെന്റ് മേരീസ് കോളേജ് സുൽത്താൻ ബത്തേരി അവിടെയാണ് സെന്റ് മേരീസ് കോളേജ് സുൽത്താൻ ബത്തേരി എന്നാണ് പ്രീ ഡിഗ്രി പഠിക്കുന്നത്. PG കോയമ്പത്തൂരായിരുന്നു, ഭാരതീയ യൂണിവേഴ്സിറ്റി പറയും. ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് PG ചെയ്തത്. ഏത് സബ്ജക്റ്റിലാണ് ചെയ്തത്? ഞാൻ ബോട്ടണിയാണ്. ബോട്ടണിയാണ്. ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. അപ്പൊ ബി.എഡ് യൂണിവേഴ്സിറ്റി സെന്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് B.Ed പാസ്സായത്. എത്ര വർഷമായി സ്കൂളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ ഞാൻ ഹയർ സെക്കൻഡറിയിലായിട്ട് 14 വർഷം. 14 വർഷമായിട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടോ? ഞാനിവിടെ വോയിസ്ക ഇന്റർനാഷണൽ പറഞ്ഞിട്ടുള്ള പരിസ്ഥിതി സംഘടനയിലെ വോയിസ്ക ഇന്റർനാഷണൽ സംഘടനയിലെ മുൻപ് സെക്രട്ടറി ആയിരുന്നു, ഇപ്പൊ ട്രഷററായിട്ട് വർക്ക് ചെയ്യുന്നു. മുൻപ് സെക്രട്ടറി ആയിരുന്നു, നിലവിൽ ട്രഷററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടോ? വേറെ പള്ളി ബന്ധപ്പെട്ടത് വേദപാഠം ഞാൻ ഒരു കുറച്ചാൾ പഠിപ്പിച്ചിരുന്നു. പിന്നെ ജോലി സംബന്ധമായ ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടായി വന്നതുകൊണ്ട് ഞാൻ അത് നിർത്തിയതാണ്. സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് പഠിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഡയാനയ്ക്ക് ഇതുപോലെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ? ഞാന് പിന്നെ കല്യാണത്തിന് മുമ്പ് മതാധ്യാപികയായിരുന്നു. വിവാഹത്തിന് മുമ്പ്? അതെ. പിന്നെ വേറെ ഇവിടെ വന്നിട്ട് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല, പ്രത്യേകിച്ചില്ല. യൂണിറ്റിലെല്ലാം പ്രാർത്ഥനാ ഗ്രൂപ്പിലെല്ലാം സജീവമായിട്ടുണ്ട്. യൂണിറ്റുകളും പ്രാർത്ഥനാ ഗ്രൂപ്പുകളെല്ലാം സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. മോള് സ്കൂളിൽ പഠിക്കുന്ന കാലത്തോ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെന്റ്സ് ലഭിച്ചിട്ടുണ്ടോ? ഞാൻ 10ലും +2ലും ഫുൾ A+ ഉണ്ടായിരുന്നു. +2ൽ എനിക്ക് 98% ഉണ്ടായിരുന്നു. +2ൽ 98% ഉണ്ടായിരുന്നു. ഫുൾ A+ 2 10ലും 12ലും ലഭിച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ്? ഡാൻസ് പഠിച്ചിട്ടുണ്ട്. കലാപരമായിട്ട് ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. മത്സരങ്ങൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഏത് ലെവൽ വരെയുള്ള മത്സരങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്? സ്കൂൾ ലെവലുള്ള മത്സരങ്ങളെല്ലാം ഡാൻസിന് ഒപ്പം ചെയ്യാറുണ്ട്. പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു? മിഷൻ ലീഗ് 10th വരെ ഉണ്ടായിരുന്നു. മിഷൻ ലീഗില് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. 10th വരെ. ഇപ്പം നിലവില് സ്ഥലത്തില്ല. കാഞ്ഞിരപ്പള്ളി അമരജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഒത്തിരി സജീവമായിട്ട് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. മോൾക്ക് ഇപ്പൊ എന്താ പ്രവർത്തനങ്ങളൊക്കെ ഉള്ളത്? ഞാൻ പാട്ട് പാടും. ഇത് സബ് ജില്ലാ ഡിസ്ട്രിക്ട് തിരുവാതിരയ്ക്ക് പാട്ട് പാടി. തിരുവാതിരയ്ക്ക് പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ സമ്മാനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഡിസ്ട്രിക്ട് ലെവലിലും സബ് ജില്ലയിലൊക്കെ. സബ് ജില്ല ഫസ്റ്റ് ആയിരുന്നു. ഡിസ്ട്രിക്റ്റിൽ പോയി സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തിരുവാതിര അല്ലാതെ ഡാൻസ് ഉണ്ട്. പാട്ടൊക്കെ പാടുവോ? പാട്ടൊക്കെ പാടും. പള്ളി കൊയറിലൊക്കെ ഉണ്ടോ? കൊയറിലൊന്നും ഇല്ല. വേറെ സംഘടനയുടെ എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടോ? മിഷൻ ലീഗിന് വൈസ് പ്രസിഡന്റ് ആണ് ഇപ്പോ. മിഷൻ ലീഗിന് കുടരഞ്ഞി മേഖലയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇപ്പം സേവനം ചെയ്യുന്നുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സാമൂഹ്യപരമായിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഒരു അധ്യാപക ഫാമിലിയാണ്. പിതാവ് അധ്യാപകനായിരുന്നു. മക്കളും കോളേജുകളിലും സ്കൂളുകളിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു. മക്കളൊക്കെ പഠിക്കുന്നു. നിങ്ങളുടെ ഫാമിലിയുടെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.